വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം ഗോൾഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓരോ തവണയും ഡീപ്പ് സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഇന്നത്തെ ക്യാൻഡിൽ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടം വരെ എത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് എത്തേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആയിരിക്കണം. ആ ഒരു ഹൈനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്യാൻഡിലിന്റെ ലോയും മാർക്ക് ചെയ്തിട്ട് നോക്കിയാൽ കാണാം ഈ ക്യാൻഡിലിന്റെ ഉള്ളിലാണ് കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്താലേ വലിയൊരു മൂവ്മെന്റ് കിട്ടുള്ളൂ എന്നുള്ളത്. ഏറെക്കുറെ ഇന്ന് ഒരുപക്ഷെ അങ്ങോട്ട് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുള്ളത് കൊണ്ടാണ് ഒരു ഹൈനെയും അതുപോലെ ലോയിനെയും മാർക്ക് ചെയ്തിടുന്നത്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസുകൾ വരുന്ന ദിവസമാണ്. നോക്കിയാൽ കാണാം ഇന്ത്യൻ സമയം 6 മണിക്ക് ഫൈനൽ GDP വരുന്ന ദിവസമാണ്. GDP ന്യൂസ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഫൈനൽ GDP ന്യൂസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. അതിന്റെ പ്രീവിയസ് എന്ന് പറയുന്നത് 2.3 ആണ്. ഫോർകാസ്റ്റും 2.3 ആണ്. വലിയ മാറ്റങ്ങളൊന്നും കാണാത്ത ഒരു ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അത് ആക്ച്വലി ക്വാർട്ടർലി ആണ് വരുന്നത്. നോക്കിയാൽ കാണാം റിലീസ്ഡ് ക്വാർട്ടർലി അബൌട്ട് 85 ഡേയ്സ് ആഫ്റ്റർ ദ ക്വാർട്ടർ എൻഡ്സ് എന്നാണ് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. നോക്കിയാൽ കാണാം GDPയുടെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ആക്ച്വലി പ്രീവിയസും ഫോർകാസ്റ്റും ഒരേ ഫിഗർ തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ മാർക്കറ്റിൽ റിസൾട്ട് വരുന്നതിനനുസരിച്ച് വലിയ രീതിയിൽ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയാണ്. GDP എന്നൊക്കെ പറഞ്ഞാൽ വലിയ ന്യൂസാണ്. ഇനി അടുത്ത ന്യൂസിലേക്ക് വരാം. നമുക്ക് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ 223K ആണ് പ്രീവിയസ് കാണിക്കുന്നത്. ഫോർകാസ്റ്റ് 225 ആണ്. അതായത് പ്രീവിയസിനേക്കാളും വലിയൊരു ഫിഗർ ആണ് ഫോർകാസ്റ്റ്. അതിൽ വരുന്ന ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് 223K, ഫോർകാസ്റ്റ് അതിന് മുകളിലാണ്. അപ്പോൾ ഫോർകാസ്റ്റിനേക്കാളും ചെറിയൊരു ഫിഗർ മാറിയാൽ കാര്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പ്രീവിയസിനേക്കാളും താഴെയുള്ള ഒരു ഫിഗർ വന്നാൽ മാത്രമേ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയും കൂടി നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഓൾ ടൈം ഹൈ ആണ്. ഒരുപക്ഷെ ഇന്നത്തെ ന്യൂസ് വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തായാലും ആ ഒരു ഓൾ ടൈം ഹൈന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇവിടെയുള്ള ഒരു ഇംബാലൻസ് ആണ്. ഇവിടേക്ക് ഒരു പക്ഷെ എത്താനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ന്യൂസിന്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇംബാലൻസിനെയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. പലതവണ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. മാത്രമല്ല ആ സപ്ലൈയുടെ ഒപ്പം നല്ലൊരു FEG ക്യാൻഡിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് 1 അവറിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം 2 തവണ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തൊരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയനും കൂടിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. 1 അവറിൽ നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് നിന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയതാണ്. അപ്പൊ ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്ര അധികം മാർക്ക് ചെയ്യുന്നത് ന്യൂസ് ഡേ ആയതുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ ഏരിയയിലേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം സോണുകൾ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കാം. അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു കുറച്ചു നേരം ഈ ഒരു ഏരിയയിൽ നിന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് നിന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയത്. ഒരു പക്ഷേ ഈ ലൈൻ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ന്യൂസ് ടൈമിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ മോർണിംഗിൽ തന്നെ കാണാം. എനിവേ ഈ ഒരു ഏരിയയും കൂടി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ കളർ ഒന്ന് മാറ്റി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലൊരു കൺഫർമേഷൻ 50 മിനിറ്റ്സിൽ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ 5 മിനിറ്റ്സിലോ മറ്റോ ഒക്കെ പോയതിനു ശേഷം കിട്ടാനുള്ള സാധ്യത ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ ഏരിയയുടെ താഴെയിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങി വരികയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി ഉണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു റീടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ ആണ്. ചിലപ്പോൾ ഇത് റീടെസ്റ്റ് ചെയ്യാനായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപക്ഷെ നല്ല രീതിയിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി ആണ് എടുക്കേണ്ടത്. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അതെങ്ങനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുക. ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു എഫ്ഇജിയോ അല്ലെങ്കിൽ ഇംബാലൻസ് ക്യാൻഡിലോ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണ്, ഈ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു എഫ്ഇജി റീടെസ്റ്റ് ചെയ്യാനായിരിക്കും മിക്കവാറും വരിക. ആ റീടെസ്റ്റ് വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒരു എൻട്രി എടുക്കുക. ആ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കി എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ലെവലിലൊക്കെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരുപക്ഷെ ഫെയിലർ ആവാനും സാധ്യത ഉള്ളതാണ്. നല്ല ഒരു എഫ്ഇജി ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് താഴോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫെയിലർ ആവാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ ഇതാണ് ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത്. വീണ്ടും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. എക്സ്പെഷ്യലി ഈ ലൈൻ വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അതായത് ഈ ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവാണ്. ഒരുപക്ഷെ എഫ്ഇജിയോ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടാതെ, അല്ലെങ്കിൽ ഒരു വീക്ക് ആയിട്ടാണ് ക്യാൻഡിൽസ് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് ഒരുപക്ഷെ ഇതിന്റെ മുകളിലോട്ട് പോവാം. അങ്ങനെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ പോയിട്ട് ഈ ഒരു ബ്ലാക്ക് ലൈനെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൺ ഡേയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സിങ്, അതായത് ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ്. ആ ഒരു ഹൈയിൽ നിന്ന് ഒരുപക്ഷെ നല്ലൊരു റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങാൻ ഏറെക്കുറെ ചിലപ്പോൾ ഈ ഏരിയയിലേക്ക് ആയിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. ഈ ഏരിയയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൈനെ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യത ഉണ്ട്. അല്ല, ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് നല്ലൊരു ക്യാൻഡിലോട് കൂടിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്കാണ് വീഴുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു എൻട്രി ഇവിടെ വന്നിട്ട് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബൈ ആൻഡ് സെൽ എൻട്രീസ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കീ ഏരിയാസ് ഗോൾഡിലുള്ളത്. ഈ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.